sorrow shall be turned into joy. Jesus is coming to heal your broken heart. Hello friends, welcome to Planet Y2K. ഹലോ പ്രിയ സ്നേഹിതരെ, പ്ലാനറ്റ് Y2Kയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. It's been such a joy producing these programs for you. ഈ പരിപാടികൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. Believe that God has great things in store for you through this program. ഈ പരിപാടിയിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന കാര്യം വിശ്വസിപ്പിൻ. Shall we see what blessings God has? ഇനി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കാണാം. Friends, welcome to Sweetie's Time. Now I'm going to tell you a story. ഹലോ കൂട്ടുകാരെ, സ്വീറ്റി സമയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനൊരു കഥ പറയുവാൻ പോകുന്നു. There was a pig. ഒരിടത്ത് ഒരു പന്നിയുണ്ടായിരുന്നു. And it had 3 little piglets. ആ പന്നിക്ക് 3 പന്നിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. But the room was very small. എന്നാൽ അവരുടെ കൂട് വളരെ ചെറുതായിരുന്നു. All the four couldn't stay there. 4 പേർക്കും അവിടെ താമസിക്കാൻ സാധിച്ചില്ല. So the mother pig said, അപ്പോൾ അമ്മയായ പന്നി ഇപ്രകാരം പറഞ്ഞു, there is no room for all of us. നമുക്കെല്ലാവർക്കും ഇവിടെ താമസിക്കാൻ സാധിക്കില്ല. So you go out. ആയതുകൊണ്ട് നിങ്ങൾ പുറത്തു പോയി and build a house of your own. നിങ്ങൾക്കുള്ള വീട് നിങ്ങൾ തന്നെ പണിയുവിൻ. Do you know what the first pig did? ആദ്യത്തെ പന്നിക്കുഞ്ഞ് എന്താണ് ചെയ്തതെന്നറിയാമോ? Built a house. അതൊരു വീട് പണിതു. Out of straw. എന്നാൽ വൈക്കോൽ ഉപയോഗിച്ചാണ് പന്നിക്കുഞ്ഞ് വീട് പണിത്. And a fox came that way. ആ സമയത്ത് ഒരു കുറുക്കൻ വന്നു. And it said, കുറുക്കൻ പന്നിക്കുഞ്ഞിനോട് പറഞ്ഞു, Piglet, പന്നിക്കുഞ്ഞെ, open your house. നിന്റെ വീടിന്റെ കതക് തുറക്കൂ. Let me in. ഞാൻ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ. And the piglet said, അപ്പോൾ പന്നിക്കുഞ്ഞ് കുറുക്കനോട് ഇപ്രകാരം പറഞ്ഞു, no, I will not open the house. ഇല്ല, ഞാൻ വാതിൽ തുറക്കില്ല. And the fox said, അപ്പോൾ കുറുക്കൻ പന്നിക്കുഞ്ഞിനോട് ഇപ്രകാരം പറഞ്ഞു, let me in or I will blow your house in. എന്നെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ വീട് ഊതി പറപ്പിക്കുമെന്ന്. But the pig did not let the fox in. എന്നാൽ പന്നിക്കുഞ്ഞ് കുറുക്കനെ അകത്തേക്ക് വിട്ടില്ല. And do you know what the fox did? കുറുക്കൻ എന്താണ് ചെയ്തതെന്നറിയാം? It blew the house down. കുറുക്കൻ വീട് ഊതി പറപ്പിച്ചു കളഞ്ഞു. And it went inside. അത് അകത്ത് കടന്നു. And ate the pig. ആ പന്നിക്കുഞ്ഞിനെ പിടിച്ചു തിന്നു. What a tragedy! അയ്യോ, എത്ര ദുഃഖകരമായ സംഗതി. And do you know what the second pig did? രണ്ടാമത്തെ പന്നിക്കുഞ്ഞ് എന്താണ് ചെയ്തതെന്നറിയാമോ? It built a house. അത് നല്ലൊരു ഭവനം പണിതു. Out of twigs. ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ചാണ് വീട് പണിതത്. And the same fox came there. അതേ കുറുക്കൻ വീണ്ടും ആ വഴി വന്നു. And the fox said, കുറുക്കൻ പന്നിക്കുഞ്ഞിനോട് ഇപ്രകാരം പറഞ്ഞു, let me inside your house. പന്നിക്കുഞ്ഞെ, ഞാൻ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ. And the second piglet said, എന്നാൽ രണ്ടാമത്തെ പന്നിക്കുഞ്ഞ് പറഞ്ഞു, I will not open my house. ഞാൻ എന്റെ വീടിന്റെ കതക് തുറക്കുകയില്ല. And the fox got angry. കുറുക്കന് വളരെയധികം കോപം വന്നു. And I will blow your house down. കുറുക്കൻ പറഞ്ഞു, ഞാൻ നിന്റെ വീട് ഊതി പറപ്പിച്ചു കളയുമെന്ന്. Even then the piglet did not let the fox in. അപ്പോഴും പന്നിക്കുഞ്ഞ് കുറുക്കനെ അകത്തേക്ക് പ്രവേശിക്കുവാൻ സമ്മതിച്ചില്ല. And then the fox blew the house down. അപ്പോൾ കുറുക്കൻ വീട് ഊതി പറത്തിക്കളഞ്ഞു. And it went inside. ഉള്ളിലേക്ക് കടന്ന് And ate the pig. പന്നിക്കുഞ്ഞിനെ പിടിച്ചു തിന്നു. Do you know what the third pig did? മൂന്നാമത്തെ പന്നിക്കുഞ്ഞ് എന്താണ് It was a ചെയ്തതെന്നറിയാമോ? wise pig. അത് ബുദ്ധിയുള്ളതായിരുന്നു. It built its house അത് നല്ലൊരു വീട് പണിതു. with brick. ഇഷ്ടിക ഉപയോഗിച്ചാണ് വീട് പണിതത്. And again the same fox came വീണ്ടും അതേ കുറുക്കൻ അതുവഴി വന്നു. and told the same thing. അതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടു. And the piglet also said, പന്നിക്കുഞ്ഞും പറഞ്ഞു, I won't let you in. ഇല്ല, ഞാൻ നിന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. And again the fox said, if you don't let me in, അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എന്നെ അകത്തേക്ക് I will പ്രവേശിപ്പിച്ചില്ലെങ്കിൽ blow your house down. ഞാൻ നിന്റെ വീട് ഊതി പറപ്പിച്ചു കളയും. And then the piglet said, അപ്പോൾ പന്നിക്കുഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, okay, blow the house. ശരി, നിനക്ക് സാധിക്കുമെങ്കിൽ എന്റെ വീട് ഊതി പറപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. And the fox started blowing. Hoo, hoo. ഇത് കേട്ടപ്പോൾ കുറുക്കൻ അതിശക്തമായി ഊതുവാൻ The തുടങ്ങി. house didn't fall എന്നാൽ വീട് തകർന്നു വീണില്ല. because it was made out of കാരണം
bricks. ഇഷ്ടിക കൊണ്ടാണ് ആ വീട് പണിതിരുന്നത്. As I always say, ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതുപോലെ fox is a cunning animal. കുറുക്കൻ സൂത്രശാലിയായ മൃഗമാണ്. It told the pig, അത് പന്നിക്കുഞ്ഞിനോട് ഇപ്രകാരം പറഞ്ഞു, tomorrow morning നാളെ പ്രഭാതത്തിൽ I'll come here at 6 o'clock. കൃത്യം 6 മണിക്ക് ഞാൻ ഇവിടെ വരും. There is a garden nearby ഇതിന്റെ അടുത്ത് ഒരു പൂന്തോട്ടമുണ്ട്. and there's an apple tree in it. ആ പൂന്തോട്ടത്തിൽ ഒരു ആപ്പിൾ മരമുണ്ട്. We'll go pluck all the apples and eat. നമുക്ക് പോയി ആപ്പിൾ പറിച്ചു തിന്നാം. And a piglet asked, പന്നിക്കുഞ്ഞ് ഇങ്ങനെ ചോദിച്ചു, where is that garden? എവിടെയാകുന്നു പൂന്തോട്ടം? The fox said, കുറുക്കൻ പന്നിക്കുഞ്ഞിനോട് പറഞ്ഞു, you have to go straight and turn right. നീ നേരെ പോയി ഇടത്തോട്ട് തിരിയണം. And the next day, അടുത്ത ദിവസം പ്രഭാതത്തിൽ the pig woke up at 5 o'clock, പന്നിക്കുഞ്ഞ് 5 മണിക്ക് എഴുന്നേറ്റു. went into the garden ആ പൂന്തോട്ടത്തിലേക്ക് പോയി and plucked all the apples എല്ലാ ആപ്പിളുകളും പറിച്ചെടുത്തു. and came back home. എന്നിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. The fox came at 6 o'clock and told the pig, കുറുക്കൻ 6 മണിക്ക് വന്ന് പന്നിക്കുഞ്ഞിനോട് പറഞ്ഞു, let's go to the garden, നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോകാം, eat all the apples. എല്ലാ ആപ്പിളുകളും പറിച്ചു തിന്നാം. The pig smiled അപ്പോൾ പന്നിക്കുഞ്ഞ് പുഞ്ചിരിച്ചു. and said, എന്നിട്ട് കുറുക്കനോട് ഇപ്രകാരം പറഞ്ഞു, I already been to the garden ഞാൻ പൂന്തോട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു. and I plucked all the apples at 5 o'clock. എല്ലാ ആപ്പിളുകളും 5 മണിക്ക് തന്നെ ഞാൻ പറിച്ചെടുത്തു. The fox became very furious കുറുക്കൻ കോപാകുലനായി. and said, എന്നിട്ട് പന്നിക്കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു, I'll come down the chimney and eat you. ഞാൻ വീടിന്റെ ചിമ്മിനിയിലൂടെ അകത്ത് കടന്ന് നിന്നെ പിടിച്ചു തിന്നും. And you know the piglet is a wise piglet. എന്നാൽ പന്നിക്കുഞ്ഞ് വളരെ ബുദ്ധിയുള്ള പന്നിക്കുഞ്ഞായിരുന്നു. It kept a pot in the fireplace പന്നിക്കുഞ്ഞ് അടുപ്പിൽ ഒരു കലം വെച്ചു. and poured water into it പിന്നീട് ആ കലത്തിൽ വെള്ളമൊഴിച്ചു. and started boiling it. പിന്നീട് ആ വെള്ളം തിളപ്പിക്കുവാൻ തുടങ്ങി. And it closed the pot with the lid. പിന്നീട് ഒരു മൂടിയെടുത്ത് ആ കലം അടച്ചു വെച്ചു. The fox started climbing down from the chimney. കുറുക്കൻ ചിമ്മിനിയിലൂടെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. And as it came near the pot, കുറുക്കൻ കലത്തിന്റെ അടുത്തെത്തിയപ്പോൾ the piglet opened the lid പന്നിക്കുഞ്ഞ് ആ കലത്തിന്റെ മൂടി പെട്ടെന്ന് തുറന്നു. and the fox fell into the boiling water കുറുക്കൻ തിളയ്ക്കുന്ന വെള്ളത്തിൽ and വീണു. it died. അത് ചത്തുപോയി. And do you know what happened? നിങ്ങൾക്കറിയാമോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന്? For 2 days the pig had a feast. 2 ദിവസം പന്നിക്കുഞ്ഞിന് നല്ല ഭക്ഷണമായി. Fox soup. കുറുക്കന്റെ സൂപ്പ്. What a lucky piglet. എത്ര ഭാഗ്യമുള്ള പന്നിക്കുഞ്ഞാണിത്. What do you understand from the ഈ story? കഥയിൽ നിന്ന് പഠിച്ച ഗുണപാഠം എന്താണ്? Friends, you should not fear anybody, സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെയും ഭയപ്പെടരുത്. and at the same time you should have wisdom. അതേസമയം നിങ്ങൾക്ക് ജ്ഞാനമുണ്ടായിരിക്കണം. The first 2 pigs ആദ്യത്തെ 2 പന്നിക്കുഞ്ഞുങ്ങൾ did not have wisdom. അവയ്ക്ക് ബുദ്ധിയുണ്ടായിരുന്നില്ലെന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. That's why they built their house out of straw and twigs. അതുകൊണ്ടാണ് വൈക്കോൽ കൊണ്ടും ചുള്ളിക്കമ്പ് കൊണ്ടും അവർ വീട് പണിതത്. And so they died. തൽഫലമായി അവർ ചത്തുപോയി. But the third pig, എന്നാൽ 3ാമത്തെ പന്നിക്കുഞ്ഞ് it was wise വളരെ ബുദ്ധിയുള്ള പന്നിക്കുഞ്ഞായിരുന്നു. and it was not frightened of the fox. അത് കുറുക്കനെ ഭയപ്പെട്ടില്ല. The same way, അതുപോലെ തന്നെ ആ പന്നിക്കുഞ്ഞ് കുറുക്കനെ ഭയപ്പെടാതിരുന്നത് പോലെ we should not be frightened of anything, ലോകത്തിൽ യാതൊന്നിനെയും നാമും ഭയപ്പെടരുത്. but we should fear only one person. എന്നാൽ നാം ഒരാളെ And പേടിക്കണം. who is it? ആരാകുന്നു ആ വ്യക്തി? And that is our Lord Jesus. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. And when you fear him, നാം യേശുവിനെ ഭയപ്പെടുമ്പോൾ you'll become wise. നാം ബുദ്ധിയുള്ളവരായി മാറുമെന്നത് തീർച്ച. That is what is said in Proverbs 1:7. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 1:7 Fear of പറഞ്ഞിരിക്കുന്നത്, the Lord is the beginning of wisdom. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. So friends, ആയതുകൊണ്ട് കൂട്ടുകാരെ, from today, start fearing Jesus ഇന്നു മുതൽ യേശുവിനെ ഭയപ്പെടുവാൻ തുടങ്ങുവിൻ. and you will become wise. നിങ്ങൾ ബുദ്ധിയുള്ളവരായി തീരും. So don't fear anything. മറ്റൊന്നിനെയും ഈ ലോകത്ത് നിങ്ങൾ ഭയപ്പെടരുത്. So with this, we come to the end of the story. Now it's time to say goodbye from Sweetie. Bye. என் பேர் ஸ்டெல்லா தினகர்ராஜ். மகனும் இன்னும் என் தங்கச்சி பிள்ளைகள் எல்லாரும் ஒரு 4-5 ஃப்ரெண்ட்ஸுங்க சேர்ந்து பீச்சுக்கு குளிக்க போயிருந்தாங்க. போன இடத்துல மகன் தண்ணியில் மூழ்கிட்டான். ஃபுல்லாகவே தண்ணி உள்ளே அப்படியே மண்ணே தெரியல, கால் படலைன்ட்டான். உள்ளே இழுத்துருச்சு அப்படியே அவனுக்கு. நம்ம இதோட சரி அப்படின்ற ஒரு முடிவில் பயந்துட்டான். அப்போ நான் அடையாரில் ஒரு ஸ்கூலில் மியூசிக் கிளாஸில் வேலை பார்த்துட்டு இருந்தேன். எனக்கு ஃபோன் வந்தது, தான் பையனை காணோம் பீச்சில் அப்படின்னு சொல்லி ஃபோன் வரவும் நான் உடனே ஒரு ஆட்டோ எடுத்துகிட்டு நம்ம அடையாரில் ஜீசஸ் காலுக்கு போய் அழுது மடிப்பிச்சை தான் கேட்டு நான் அழுதேன். பிள்ளைய காப்பாற்றி கொடுங்க ஆண்டவரே அப்படின்னு சொல்லி அழுதுட்டு தான் நான் போனேன். அப்போ யார் எந்த நேரத்தில் அவனை இழுத்து வெளியே தள்ளாங்கன்னே தெரியல.
ஏதோ ஒரு கை அவனை முடியை பிடிச்சி வெளியே தூக்கி வெளியே போட்டுச்சு அவனுக்கு. அதுதான்மா தெரியும் எனக்கு, உண்மையிலே நான் என்னை யார் காப்பாற்றினாங்க என்னன்னே எனக்கு தெரிலம்மா அப்படின்னு சொல்லி ரொம்ப இது பண்ணான். ரொம்ப எனக்கு அழையாக வந்துருச்சு. அப்போ ஆண்டவர் வந்து மகனை அவருக்கு மறுபிறவி கொடுத்துருக்கார் ஆண்டவர் அவனுக்கு. அவன் வந்து இலங்கை பங்காள திட்டத்தில் சேர்த்ததுனால இந்த அற்புதங்கள் அவனுக்கு வாழ்க்கையில் எவ்வளவோ நடந்திருக்கு. அதில் இது வந்து ஒரு பெரிய ஒரு அற்புதம் தான் நான் சொல்லணும். ரெண்டாவது அவன் 10th படிக்கும்போது ரொம்ப மார்க் கம்மியாக தான் எடுப்பான். படிப்புலலாம் அவன் நல்லா படிப்பான்னு சொல்லவே முடியாது. உண்மையிலே நான் வந்து இவனுக்காக ப்ரேயரில் ஜீசஸ் காலில் இவனை இளம்பங்கால திட்டத்தில் சேர்த்ததுக்கப்புறம் தான் அவன் ஓரளவுக்கு கொஞ்சம் படித்தான். 10th பாஸ் பண்ணான். அவன் அந்த ஒரு இது வந்து உண்மையிலே ஆண்டவர் அவனுக்கு கொடுத்துருக்கார். இன்னைய வரைக்கும் அவனுக்கு +2 அப்படி தான். இன்றைக்கி காலேஜில் அவன் வந்து BBA படிக்கிறான், 3rd இயர் படிச்சுட்ருக்கான். இப்போது அந்த இதில் வரைக்கும் கூட நான் அவனுக்காக ப்ரேயர் பண்ணி ஒவ்வொரு எக்ஸாம் முடிஞ்சும் போதும் நான் காணிக்க கொடுப்பேன் செமஸ்டரில். இது வரைக்கும் பையன் எந்த செமஸ்டர்லையும் ஃபெயில் ஆகாமல் பாஸ் பண்ண வச்சுருக்கார் ஆண்டவர். അതുക്കാக ഞാൻ ആണ്ടവർക്ക് ரொம்ப നന്ദി சொல்லணும். ഈ കുട്ടികളുടെ അനുഗ്രഹ പദ്ധതിയിൽ ചേരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും സർവശക്തനായ ദൈവം ദൈവീക ജ്ഞാനവും പൈശാചിക ശക്തികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷണവും ശോഭനമായ ഭാവി ജീവിതവും നൽകുന്നതിനു വേണ്ടി ഡോക്ടർ പോൾ ദിനകരനും കുടുംബാംഗങ്ങളും 24 മണിക്കൂർ പ്രാർത്ഥനാ ഗോപുരങ്ങളിലെ പ്രാർത്ഥനാ പടയാളികളും ദിനം പ്രതി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ഇന്നു തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവീക ദാനമായ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കുവിൻ. സൗജന്യ അപേക്ഷാ ഫോറത്തിന് നിങ്ങൾ ബന്ധപ്പെടേണ്ട വിലാസം യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം, JC ഹൗസ് 72, രാജാജി റോഡ്, ചെന്നൈ 600001. So my friends, today it's a very simple topic. എന്റെ പ്രിയ സ്നേഹിതരെ, വളരെ ലളിതമായൊരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. It's simple, but is it simple for us? ഇത് വളരെ ലളിതമായൊരു കാര്യമാണ്, എന്നാൽ ഈ കാര്യം നമുക്ക് അത്ര എളുപ്പമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Is it simple for us to do? എന്നാൽ ഈ കാര്യം നമുക്ക് ചെയ്യുവാൻ വളരെ എളുപ്പമാണോ? Obeying your parents. നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക എന്നത്. It's found in Colossians 3 verse 20. കൊലോസ്യർ 3:20 വാക്യത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വായിക്കാം. The verse says, "Children, obey your parents in all things, for this is well pleasing to the Lord." ആ വാക്യം ഇപ്രകാരം പറയുന്നു: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. So we have to do it. ആകയാൽ നാം അപ്രകാരം ചെയ്യണം. Why should we actually obey our parents? Let's look at the first point. സത്യത്തിൽ എന്തിനാണ് നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നത്? നമുക്ക് ആദ്യത്തെ കാര്യം പരിശോധിക്കാം. Because obeying our parents brings goodness in our life. നാം മാതാപിതാക്കളെ അനുസരിക്കണം. എന്തുകൊണ്ടെന്നാൽ നാം മാതാപിതാക്കളെ അനുസരിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചൊരിയും. We receive goodness when we obey our parents. നാം മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് നന്മകൾ ലഭിക്കുന്നു. We find this in Ephesians 6 verse 1, 2 and 3. എഫേസ്യർ 6:1, 2, 3 എന്നീ വാക്യങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വായിക്കാം. I just like to read out those verses from the Bible. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Bible says, "Children, obey your parents in the Lord, for this is right. Honor your father and mother, which is the first commandment with promise, that it may be well with you and you may live long on the earth." മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ആകുന്നു. Why should we obey our parents? The verse clearly says. നാം എന്തിനാണ് മാതാപിതാക്കളെ അനുസരിക്കുന്നതെന്ന് ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. That everything might be well with us. നമുക്ക് സകല നന്മകളും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നാം മാതാപിതാക്കളെ അനുസരിക്കുന്നത്. That everything in our life we might find goodness. നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളിലും നന്മ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും. Saint Paul says so in this verse. വിശുദ്ധനായ പൗലോസ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So the Bible has said it, isn't it? അതെ, വേദപുസ്തകം മാതാപിതാക്കളെ അനുസരിക്കുവാൻ പറയുന്നു. So it should happen. ആകയാൽ നാം മാതാപിതാക്കളെ അനുസരിക്കണം. How many of you believe that you will receive goodness when we obey our parents? മാതാപിതാക്കളെ അനുസരിച്ചാൽ നമുക്ക് നന്മ ഉണ്ടാകുമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When you believe,
the word of the Lord and you implement it, surely you will receive. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നന്മയുണ്ടാകും. Remove the doubt that is on the word of the Lord. നിങ്ങൾക്ക് ദൈവവചനത്തിലുള്ള സംശയം ഇപ്പോൾ തീർന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. That's it. There are very few simple steps. ഇനിയും വളരെ ലളിതമായ ചില പടികൾ കൂടി നാം തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. We can find a verse also in the Old Testament, Deuteronomy 5 and verse 16 says the same thing. ആവർത്തന പുസ്തകം 5:16 പഴയ നിയമത്തിലും വേദപുസ്തകം ഇതേ കാര്യം തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. That we receive goodness when we obey our parents. നാം മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ നമുക്ക് നന്മ ഉണ്ടാകുന്നു എന്ന സത്യം. Okay, how does this goodness come to us? ശരി, എങ്ങനെയാണ് ഈ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൽ നിന്ന് ചൊരിയപ്പെടുന്നത്? How do we receive this goodness? എങ്ങനെയാണ് നമുക്ക് നന്മ പ്രാപിക്കുവാൻ സാധിക്കുന്നത്? The words that our parents tell us, they guide us in the right way. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്ന വചനങ്ങൾ ജീവിതകാലം മുഴുവൻ നമ്മെ നേരായ മാർഗത്തിലൂടെ വഴി നടത്തുന്നു. There are a lot of young people with a lot of confusions in their mind. വ്യത്യസ്തമായ ആശയക്കുഴപ്പങ്ങൾ തങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അസംഖ്യം യുവജനങ്ങൾ ആധുനിക ലോകത്തുണ്ട്. They go and have friends with the wrong people. അവർ പോയി ദൈവവിരുദ്ധമായ ജീവിതം നയിക്കുന്ന സുഹൃത്തുക്കളോട് ബന്ധം സ്ഥാപിക്കുന്നു. Because of that, they find the wrong way. തൽഫലമായി അവർ തെറ്റായ വഴികൾ ജീവിതത്തിൽ കണ്ടെത്തുന്നു. They inherit wrong actions and habits. അവർ തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ദുശീലങ്ങൾക്ക് അടിമകളാകുകയും ചെയ്യുന്നു. Because of that, their life goes in a very destructive way. ഇക്കാരണത്താൽ അവരുടെ ജീവിതം നാശത്തിന്റെ വഴികളിലൂടെ പോകുന്നു. They lose everything in life. ജീവിതത്തിൽ അവർക്ക് സകലവും നഷ്ടപ്പെടുന്നു. They become a slave to addictions. അവർ ദുശീലങ്ങൾക്ക് അടിമകളാകുന്നു. And they find it hard to come out. ഒടുവിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ വളരെയധികം കഷ്ടപ്പെടുന്നു. And because of that, that affects their future. ഇത് അവരുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്നു. അവർ അന്ധകാരത്തിൽ അകപ്പെടുന്നു. And they lose the way that God has planned for them. ഒടുവിൽ അവർക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം അവർക്ക് നഷ്ടപ്പെടുന്നു. They go away from the right path and they go on the wrong path. അവർ നേരായ മാർഗത്തിൽ നിന്ന് അകന്നു പോവുകയും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. For such people, ഇത്തരത്തിൽ ദുർമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് they lose the way that God provides for them. ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്ന വഴികളും പദ്ധതികളും നഷ്ടപ്പെട്ടു പോകുന്നു. But my friends, we know that the right way can be obtained by the word of the Lord that comes through our parents. എന്നാൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവവചനങ്ങൾ മുഖാന്തരം ജീവിതത്തിൽ നേരായ മാർഗം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. Instead of listening to the wrong words from the wrong people, തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവവിരുദ്ധരായ മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുന്നതിന് പകരം നാം മാതാപിതാക്കളെ അനുസരിക്കണം. if we simply follow the ways and the words that our parents tell us, നാം നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകളും അവർ കാണിച്ചു തരുന്ന വഴികളും പിന്തുടരുകയാണെങ്കിൽ we don't have to face such a destruction. നാം അത്തരത്തിലുള്ള നാശത്തിന്റെ പാതയിലേക്ക് ഒരിക്കലും പോകുകയില്ല. We don't have to go in the wrong way. നാം തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കില്ല. God will give us the right way ദൈവം നമുക്ക് നല്ല വഴി കാണിച്ചു തരും, in which we can live a blessed life. അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. You can even see that in the lives. You can go and ask people who have lived and gone bad in such a way. തെറ്റായ മാർഗത്തിലൂടെ ജീവിച്ച വ്യക്തികളോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കുവിൻ, അവർ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. You can ask them what has gone wrong. ജീവിതത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് ചോദിച്ചു നോക്കുവിൻ. They'll just say, we got advice from the wrong people. അപ്പോൾ അവർ നിങ്ങളോട് പറയും, ഞങ്ങൾ തെറ്റായ സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചു, We followed the ways of the wrong people, ദൈവവിരുദ്ധരായ വ്യക്തികളുടെ വഴികൾ ഞങ്ങൾ പിന്തുടർന്നു, and our life has ended up in this way. തൽഫലമായി ഞങ്ങളുടെ ജീവിതം നാശത്തിൽ കലാശിച്ചു. But if you go and ask the people who have obeyed their parents, എന്നാൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, no one will say, because I obeyed my parents, my life was completely destroyed. എന്റെ മാതാപിതാക്കളെ അനുസരിച്ചതുകൊണ്ട് എന്റെ ജീവിതം നാശത്തിൽ കലാശിച്ചു എന്ന് ഒരു വ്യക്തിയും നിങ്ങളോട് പറയുകയില്ല. Have you ever heard anyone say that? ആരെങ്കിലും അപ്രകാരം പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? No, my friends. Obeying our parents only gives us goodness. ഇല്ല പ്രിയ സ്നേഹിതരെ, മാതാപിതാക്കളെ അനുസരിച്ചാൽ നമുക്ക് നന്മ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. We receive the right direction, we receive the right way from God, and as we go, we receive goodness. നമുക്ക് ശരിയായ മാർഗദർശനം ലഭിക്കുന്നു, ദൈവം നമുക്ക് നേർവഴി കാണിച്ചു തരുന്നു, ജീവിതത്തിൽ നമുക്ക് നന്മ ഉണ്ടാകുന്നു. So just go and ask your parents whatever you need to do.
ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുവിൻ, അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുവിൻ. If you want to know about something, just go ask your parents. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുവിൻ. The world might have taught you that asking your parents for everything is a bad thing. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് ചോദിക്കുന്നത് തെറ്റാണെന്ന് ലോകം ഒരുപക്ഷെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കാം. But my friends, it's not a bad thing. എന്നാൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, അത് തെറ്റായൊരു കാര്യമല്ല, അതാണ് ശരിയായ മാർഗം. It's only an easy way for success. അത് വിജയത്തിലേക്കുള്ള ലളിതമായ മാർഗമാണ്. An easy way for success. വിജയത്തിലേക്കുള്ള ലളിതമായ മാർഗം. Instead of being alone, instead of asking the wrong people and struggling in our life, ദൈവവിരുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഷ്ടപ്പെടുന്നതിന് പകരം just listening to the advice of your parents നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കേൾക്കുവിൻ. and implementing the word that God gives through them. അവരിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന വചനങ്ങൾക്കനുസരിച്ച് ജീവിപ്പിൻ. It's an easy way to find goodness. ജീവിതത്തിൽ നന്മ പ്രാപിക്കുന്നതിനുള്ള ലളിത മാർഗമാണത്. The Bible says so. വേദപുസ്തകം അപ്രകാരം പറയുന്നു. It's a shortcut to receiving goodness in our life. ജീവിതത്തിൽ നന്മ പ്രാപിക്കുന്നതിനുള്ള എളുപ്പമാർഗമാണത്. Let's take away the doubt and let's receive God's word completely. നമുക്ക് ഹൃദയത്തിൽ നിന്ന് സംശയങ്ങൾ എടുത്തു മാറ്റാം. ദൈവത്തിന്റെ വചനം പൂർണ്ണമായി സ്വീകരിക്കാം. Right now, shall we all commit ourselves into the Lord's presence? ഇപ്പോൾ നാം എല്ലാവരും നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാം. And let's just say, Lord, നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, I don't doubt your word, Lord. ഞാൻ അങ്ങയുടെ വചനത്തിൽ സംശയിക്കുകയില്ല. I take the word that you have given me. അങ്ങ് നൽകിയിരിക്കുന്ന വചനങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. I believe every word you've told me, Lord. ദൈവമേ, അങ്ങ് എന്നോട് അരുളി ചെയ്ത എല്ലാ വചനങ്ങളിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. And I tell you, I will implement it in my life. ദൈവമേ, ഞാൻ അങ്ങയോട് പറയുന്നു, ഞാൻ ആ വചനങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിതം നയിക്കും. Just as you've told me, Lord, I will follow it in my life. ദൈവമേ, അങ്ങ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കും. Just talk to him, my friend. പ്രിയ സ്നേഹിതരെ, ദൈവത്തോട് സംസാരിപ്പിൻ. If you found something wrong in your life that you've committed against your parents or against God right now, tell it to God. നിങ്ങൾ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ ദൈവത്തോടോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തോട് പറയുവിൻ. ദൈവത്തോട് ക്ഷമ യാചിക്കുവിൻ. And tell him, Lord, യേശുവിനോട് പറയുവിൻ, യേശുവേ, it's not easy for me to obey my parents. ദൈവമേ, എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുവാൻ എനിക്ക് വളരെ പ്രയാസമാണ്. But you have to help me, Lord. എന്നാൽ ദൈവമേ, അങ്ങ് എന്നെ സഹായിക്കണമേ. Let not anger come in my heart. എൻ്റെ ഹൃദയത്തിൽ കോപം ഉണ്ടാകരുതേ. Let there be peace. എൻ്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകട്ടെ. Let there be a joy in my heart. എൻ്റെ ഹൃദയത്തിൽ ആനന്ദമുണ്ടാകട്ടെ. It's a very small thing, Lord. അത് വളരെ ലളിതമായൊരു കാര്യമാണ് കർത്താവേ. But help me to honor it. അതിനെ മാനിക്കുവാൻ എന്നെ സഹായിക്കണമേ. Because I know that will bring goodness in my life. എന്തുകൊണ്ടെന്നാൽ അത് നിമിത്തം എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകും. And I know that I will go in the path that you want me to go. അങ്ങ് കൽപ്പിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ അതെന്നെ സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്നെ സഹായിക്കണമേ. Thank you, Lord Jesus. നന്ദി യേശുവേ. As your children are committing themselves to you, അങ്ങയുടെ മക്കൾ ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ I pray that they will be able to hear your voice or feel your presence, so happy and pleased with them, Lord. അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും അങ്ങയുടെ മക്കൾക്ക് സാധിക്കണമേ. അവരുടെ ഹൃദയത്തിൽ ദൈവികമായ ആനന്ദം നിറയ്ക്കണമേ. Please fill us, Lord. ദൈവമേ, ദയവായി ഞങ്ങളെ നിറയ്ക്കണമേ. Please fill us, Lord. ദയവായി ഞങ്ങളെ നിറയ്ക്കണമേ. Fill us with your mighty anointing. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. Fill us with the fruits of your Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. Fill us with the fruits of your anointing. അഭിഷേകത്തിന്റെ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. If the young children are praying for their parents, യുവജനങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ I pray that you will transform their parents right now. മാതാപിതാക്കളെ രൂപാന്തരപ്പെടുത്തണമേ. Transform their hearts, Lord. അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. Let them receive your word. അവർ അങ്ങയുടെ വചനങ്ങൾ പ്രാപിക്കട്ടെ. Let them deliver it to your children. അവർ അങ്ങയുടെ മക്കൾക്കത് നൽകട്ടെ. Make them godly vessels. അവരെ ദൈവിക മാനപാത്രങ്ങളാക്കി തീർക്കണമേ. Right now. ഇപ്പോൾ Transform them. രൂപാന്തരപ്പെടുത്തണമേ. And let them be able to guide your children everything. അവർ അങ്ങയുടെ മക്കളെ സകല കാര്യങ്ങളിലും വഴി നടത്തട്ടെ. Shall we praise God because God has spoken to us? ദൈവം നമ്മോട് സംസാരിച്ചു. ദൈവത്തെ സ്തുതിക്കാം. Because He is going to bless us from now on. ദൈവം ഇപ്പോൾ മുതൽ നമ്മെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. Because He is going to lead our life. കാരണം ദൈവം നമ്മെ വഴി നടത്തുവാൻ പോകുന്നു. Because He is going to help us obey our parents. കാരണം ദൈവം നമ്മെ സഹായിക്കുവാൻ പോകുന്നു. മാതാപിതാക്കളെ അനുസരിപ്പിൻ. Because God has given us a new strength in our body. എന്തെന്നാൽ ദൈവം നമുക്ക് പുതിയ ബലം നൽകിയിരിക്കുന്നു.
new strength in our heart നമ്മുടെ ഹൃദയത്തിൽ പുതിയ ബലം നൽകിയിരിക്കുന്നു. to resist evil പൈശാചിക ശക്തികളെ എതിർക്കുന്നതിനുള്ള ബലം, and to stand for goodness. നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നതിനുള്ള ബലം. Thank you, Jesus. നന്ദി യേശുവേ. What a Father you are unto us, Lord. ദൈവമേ, അങ്ങ് എത്ര സ്നേഹവാനായ പിതാവാണ്. Thank you for your commandment. അങ്ങയുടെ കൽപ്പനകൾക്കായി നന്ദി. Thank you for coming here and blessing us, Lord. ദൈവമേ, ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു കർത്താവേ. Blessing us not only by your word, ദൈവമേ, വചനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുക മാത്രമല്ല, but by your deed as well, Lord. അങ്ങയുടെ പ്രവൃത്തികളാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Thank you, Lord, നന്ദി യേശുവേ. for giving us a new heart, Lord. ഞങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. For filling us with your mighty Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. We are not going to be shaken anymore. ഇനി ഞങ്ങളെ ആർക്കും ഇളക്കുവാൻ സാധിക്കുകയില്ല. Honor the thirst and the desire that your children have for you. അങ്ങയുടെ മക്കൾക്ക് അങ്ങയോടുള്ള ദാഹത്തെയും സ്നേഹത്തെയും അങ്ങ് ഇപ്പോൾ മാനിക്കണമേ. Guide them as a shepherd. ഒരിടയനെ പോലെ അവരെ വഴി നടത്തണമേ. Let them be your sheep, Lord. ഞങ്ങൾ അങ്ങയുടെ ആടുകളായി തീരട്ടെ. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Lord. നന്ദി യേശുവേ. Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളും അത്ഭുത സാക്ഷ്യങ്ങളും. ഞങ്ങളുടെ വിലാസം: യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം, 72 രാജാജി സാലൈ, പാരീസ്, ചെന്നൈ 600001. ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന യേശു വിളിക്കുന്നു പങ്കാളികൾക്ക് ദിനകരൻ കുടുംബാംഗങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വചനപ്രകാരം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.